എനിക്കിതെന്താ പറ്റിയത്? സന്ദീപ് വന്നതും വഴക്കുണ്ടാക്കിയതും ആഹാരം എടുത്ത് കളഞ്ഞതുമൊക്കെ പകല് പോലെ എന്റെ മുന്നിൽ നടന്ന കാര്യങ്ങളാ. എന്നിട്ടും സന്ദീപിനെ വിളിച്ചപ്പോ അവൻ ബാംഗ്ലൂരിലാണെന്ന്. ഇതിന്റെ പിന്നിൽ എന്തോ നിഗൂഢതയുണ്ട്, അതുറപ്പാ. ശ്രീലാമേ, ഫ്രണ്ട്സിന്റെ മുമ്പ് വെച്ച് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു. ആ ദേവൂട്ടിയും സ്ത്രീയും കൃത്യസമയത്ത് ഭക്ഷണമായിട്ട് വന്നില്ലായിരുന്നെങ്കിലേ എന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ ഞാൻ നാണം കെട്ട് പോവില്ലായിരുന്നോ? എന്റെ വർഷം നീ ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കേ. സന്ദീപ് വന്നു എന്നുള്ളത് സത്യമാ. അവൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഫുഡ് എന്നോട് വഴക്കിട്ടെടുത്ത് വേസ്റ്റ് ബിന്നിൽ കളയുകയും ചെയ്തു. അതൊക്കെ ശ്രീലാമയ്ക്ക് വെറുതെ തോന്നിയതാ. ബാംഗ്ലൂരിൽ നിൽക്കുന്ന സന്ദീപ് ഇവിടെ എങ്ങനെ വരാനാ? വർഷ, ഇതിനകത്ത് എന്തോ കള്ളക്കളിയുണ്ട്. അല്ലാതെ ഞാൻ നിന്നെ ഇൻസൾട്ട് ചെയ്തതല്ല. അവർക്ക് ചപ്പാത്തിയും വായിൽ വെക്കാൻ കൊള്ളാത്തൊരു മുളക് കറിയും മാത്രം ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ തള്ളലായിരുന്നു ശ്രീലാമ തള്ളി മറിച്ചത്. ഞാൻ എന്തൊക്കെ പറഞ്ഞ അവരുടെ മുമ്പിൽ ശ്രീലാമയെ ബൂസ്റ്റ് ചെയ്ത് നിർത്തിയിരുന്നെന്ന് അറിയോ? ഹലോ ഗൈസ്, ഓ മൈ ഗോഡ്, അറ്റ് ലാസ്റ്റ് ഐ കം ബാക്ക്. എടി, വാക്കിന് നെറിയില്ലാത്തവളെ, നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കുവായിരുന്നടി? നീ ഒരുത്തി കാരണ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്റെ മാഡം ഒന്നും പറയണ്ട. ഞാൻ ഹസ്തനപുരിയും കള്ളിയങ്കാടും അയോധ്യയൊക്കെ കറങ്ങി ലണ്ടൻ വഴി ദുബായി ചെന്നു. അവിടെ ചെന്നപ്പോഴേ ഗൾഫ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുവല്ലേ. എണ്ണവില ഇൻക്രീസ് ആയതുകൊണ്ടേ ഒറ്റ ഓട്ടോക്കാരും വിളിച്ചിട്ട് വരുന്നില്ല. പിന്നെ അവിടുന്ന് എങ്ങനെയൊക്കെയോ ഒരു ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. ടോട്ടലി ടയേർഡ് ആയി പോയി മാഡം, ടോട്ടലി ടയേർഡ്. ശകുന്തളെ, എന്തൊക്കെയാ നീ പറയുന്നേ? അയ്യോ, ഇത് ശ്രീകല മാഡം അല്ലേ? ശകുന്തളെ, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഓ, ഞാൻ മാർക്കറ്റിൽ പോയതല്ലേ. മാർക്കറ്റിൽ ഒറ്റ കടയും തുറന്നിട്ടില്ലെന്നല്ലേ നിങ്ങൾ ശ്രീലാമയോട് പറഞ്ഞത്? എന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് പോയപ്പോ എല്ലാ ഷോപ്പും തുറന്നിരിക്കുകയായിരുന്നല്ലോ, ഹോട്ടലുകൾ ഉൾപ്പെടെ. റിയലി? പക്ഷെ ഞാൻ നോക്കിയപ്പോ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നല്ലോ. മാഡം, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. എല്ലാം ആ ദേവൂട്ടിയുടെ പവറാ. അവള് ശരിക്കും ബ്ലാക്ക് മാജിക്കിന്റെ ആളാ. അവള് തന്നെയാവും എന്റെ കണ്ണ് കെട്ടി വഴി അറിയാതെ എന്നെ എന്നിട്ട് കറക്കിയത്. ആ തള്ളച്ചിയായിട്ട് വന്നത് ഇവളുടെ ദുർമന്ത്രവാദത്തിന്റെ ബലായിരിക്കും. എന്തൊക്കെ ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നത്? വർഷ, നീ ഇവളെ പഴിക്കാൻ വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇതില് നമ്മൾ അറിയാത്ത അസാധാരണമായ എന്തോ നീക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദേവൂട്ടിയുടെ കയ്യിൽ കിടക്കുന്ന ആ മോതിരത്തിന്റെ ശക്തിയാ ഇതെല്ലാം. അതെന്തോ ദിവ്യശക്തിയുള്ള മോതിര. നോ മാഡം, നോ. അവൾക്ക് ദിവ്യശക്തിയൊന്നുമില്ല. എന്റെ നോട്ടത്തിൽ അവളും ആ സ്ത്രീയും ദുർമന്ത്രവാദികളാ. അല്ലെങ്കിൽ മാഡത്തിന്റെ മകനെ എങ്ങനെ വലവീശി പിടിക്കുവോ? നിങ്ങൾക്കൊക്കെ വല്ലാത്ത ഭ്രാന്ത. വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കുക. ഇതൊക്കെ വിശ്വസിക്കാനേ വേറെ ആളെ നോക്കണം. എടി, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട. പക്ഷേ അവളുടെ കൈ കിടക്കുന്ന മോതിരത്തിനെ ദിവ്യശക്തി ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാ. മാഡം ഡോണ്ട് വറി. അവളുടെ മോതിരത്തിലുള്ളത് ദൈവിക ശക്തിയാണോ പൈശാചിക ശക്തിയാണോ എന്ന് കണ്ടുപിടിക്കണം നമുക്ക്. അതിനിപ്പോ എന്താ ഒരു വഴി? മാഡം വിഷമിക്കണ്ട, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കുടജാദ്രി മലകളുടെ മലനിരകളുടെ കാവൽ വിളക്കായി വിളങ്ങേണ്ടവൾ, സൗവർണികയിൽ നന്മയായി നുരയുന്ന തീർത്ഥമാലയായവൾ,
സകല കലകളുടെയും വിദ്യയും ഉന്മയും ഉയരുമായവൾ ഭക്തകോടികളുടെ സ്തുതിഗീതങ്ങളിൽ വിളങ്ങി വിരാജിച്ചു കഴിയുന്ന ആ കാപട്യക്കാരിക്ക് അതിലൊന്നുമല്ല ശ്രദ്ധ. ലോക നിയന്ത്രാവെന്ന് അഹങ്കരിക്കുന്ന നിനക്ക് എന്തുകൊണ്ട് നിന്റെ പരമഭക്തയായ ആ പെണ്ണിന് സംസാരശേഷി ഇല്ലാതായിപ്പോയി? കുഞ്ഞുനാളിൽ നൃത്തം ചെയ്തിരുന്ന അവളുടെ കാലുകൾക്ക് എന്തുകൊണ്ട് സ്വാധീനശക്തി ഇല്ലാതായിപ്പോയി? എന്റെ ഭക്തരെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട കാര്യമില്ല. എത്ര കൊടിയ ഭക്തരാണെങ്കിലും മുജ്ജന്മ പാപങ്ങളുടെയും കർമ്മങ്ങളുടെയും ഫലങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് മനുഷ്യർ. അനുഭവ പഥങ്ങളിലൂടെ അതെല്ലാം താണ്ടി ഭക്തിയുടെ പരമകോടിയിലെത്തുമ്പോൾ എന്റെ ഭക്തയുടെ നാവിൽ സ്വരവും കാലിൽ നടന ചുവടുകളും തിരിച്ചെത്തും.